ദുരന്ത ഭൂമിയിൽ ഒരുപാട് ഹീറോകളുണ്ട്. പല തരത്തിലുള്ള ഹൃദയത്തിൽ തൊടുന്ന രക്ഷാപ്രവർത്തനം കാണുന്നുണ്ട്. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഏറെ അഭിനന്ദിക്കപ്പെട്ട ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു. എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സാർ, എങ്ങനെയായിരുന്നു ഇന്നലത്തെ നിങ്ങൾ അവിടേക്ക് എത്തിയത്? അത് എന്തായാലും ഇവിടെ ഒരു വലിയൊരു ദുരന്തം നടന്നിരിക്കുകയാണ്. നമ്മൾ അറിയുന്നവരും അറിയാത്തവരുമായിട്ട് ഒരുപാട് ആൾക്കാരെ ഇനി കിട്ടാനുണ്ട്. ആ ഒരു വിഷമത്തിലാണ് ഞങ്ങൾ വളരെയധികം ദുഃഖത്തിലാണ്. കാരണം ഞാൻ ഇവിടെ ജോലി ചെയ്ത ആളാണ്. എന്നിരുന്നാലും നമുക്കും ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു. ഒരു 4 പേരെ കാട്ടിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു. അത് അവര് സാധാരണഗതിയിൽ അവർ കാട്ടിൽ താമസിക്കുന്ന ആളാണ്. ഉള്ളിന്റെ ഉള്ളിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ഈ ദുരന്തം അവിടെയും ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയി ഒരു വിവരം കിട്ടിയിട്ട് അവരുടെ അമ്മയും ഒരു മകന്റെ അടുത്ത് വിവരം കിട്ടിയതിനു ശേഷം അങ്ങോട്ടേക്ക് പോയി. അവിടെ ഈ അച്ഛനും 3 കുട്ടികളും അവിടെ ഒറ്റപ്പെട്ടുപോയതായിരുന്നു. കാരണം അച്ഛൻ ഒരുവിധാണെങ്കിൽ ഇങ്ങോട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വരും. പക്ഷെ അത് വഴികളൊക്കെ പോയിരുന്നു. ഇതാണ് അവരെ ഞങ്ങൾ വളരെയധികം എന്താ പറയുക, എന്റെ 4 സഹപ്രവർത്തകർ ഞങ്ങളൊരു ഇതിന്റെ നിശ്ചയത്തോട് കൂടിയിട്ട് 20 മീറ്റർ കയറുമായിട്ട് പോയിട്ട് രക്ഷപ്പെട്ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെത്. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഏതായാലും അവർ ചേർത്ത് പിടുത്തമാണ് ആളുകൾ. ഇതാ ചേർത്ത് പിടിച്ചത് എന്റെ സുഹൃത്തുക്കളും ഞാനും ചേർത്ത് പിടിച്ചിരുന്നു. ഞങ്ങളൊരു ബെഡ്ഷീറ്റുമാണ് ഒരു ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ 3 പീസായിട്ട് ഞങ്ങളത് നെഞ്ചോട് വെച്ച് ചേർത്ത് കെട്ടി അവരെ ഭദ്രമായിട്ട് ഇവിടെ എത്തിക്കാൻ പറ്റി. ഏതായാലും അവരെന്ന് ഞങ്ങൾ അവർ കണ്ടിട്ടാണ് വരുന്നത്. ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഏതായാലും ഇനി എന്തെങ്കിലും എന്റെ റേഞ്ചിലേക്ക് ഞാൻ പോവാണ്. ഒരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലെ? ഇന്നും കാട്ടിലൊക്കെ ഒരുപാട് തരത്തിൽ ഇന്ന് നടത്തി ഇവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഉറപ്പുവരുത്തി ഞാൻ പോവാണ്. ഓക്കെ. എന്തായാലും ഹാഷിം സാറിന്റെ ഒപ്പം ഉണ്ടായിരുന്ന സംഘം അവരും നമുക്കൊപ്പമുണ്ട്. അവരെ കൂടെ നമുക്ക് കാണേണ്ടതുണ്ട്. ഈ ആളുകളൊക്കെയാണ് ആളുകളെ ചേർത്ത് പിടിച്ച ആളുകൾ അല്ലേ? നിങ്ങളൊക്കെയായിരുന്നു അതെ. എങ്ങനെയായിരുന്നു അവിടെ ചെല്ലുമ്പോൾ? ചെല്ലുമ്പോൾ മഴയും കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ കുട്ടികളൊന്നും ഡ്രസ്സൊന്നും ഇല്ലാതെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ തണുപ്പ് കാര്യങ്ങള്, പിന്നെ അവർക്ക് തീ കത്തിക്കാൻ പറ്റാത്ത ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് സാഹസികമായിട്ട് അവിടെ എത്തിച്ചു. എന്തായാലും അടുത്ത ഒരു ദൌത്യത്തിന് വേണ്ടിയുള്ള യാത്രയിലാണ് അവർ പോവുകയാണ്. ഏറെ ചേർത്തുപിടുത്തലും ചേർത്ത് പിടിച്ച ഒരു രംഗം തന്നെ വളരെ ഹൃദയാവർജകമായിരുന്നു. ഇന്ന് ഞങ്ങൾ അധികം ഇവർക്കുള്ള ഭക്ഷണം സാധനങ്ങളൊക്കെ ഒന്ന് ഉറപ്പുവരുത്താന്നുണ്ടായിരുന്നു. പിന്നെ പുഞ്ചിരിമട്ടം വഴി ഭാഗത്തുനിന്ന് പോയി അവിടെ നിന്ന് സഹായിച്ചു. പക്ഷെ അവിടെ കാര്യമായിട്ട് നമുക്കൊന്നും പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഏതായാലും ഇവിടെ നമ്മൾ താമസിപ്പിച്ച ആളുകളുടെ ഭക്ഷണം അവരുടെ മറ്റ് സൗകര്യങ്ങളെല്ലാം ഒന്ന് ഉറപ്പുവരുത്തി ആ ഭാഗത്തിൽ അവർക്കുള്ള അതിന്റെ ഒരു ധൈര്യം പകർന്നു. ഒരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നോ? ഈ ആളുകളുടെ ഇത്രമേൽ ആളുകൾ തോന്നും എന്നൊരു എങ്ങനെ മനസ്സിലായില്ല? ഈ ഒരു നിങ്ങൾ ആളുകളെ കുട്ടികളെ കൊണ്ടുവരുന്ന ആ രംഗം കണ്ടപ്പോൾ പലരും കണ്ണു നിറയുന്നു. അത് പ്രതീക്ഷയല്ല. ഞാനും കരഞ്ഞു പോയി ശരിക്കും അവിടെ എത്തിയപ്പോൾ. അത് ഇത് എന്തോ ഒരു ധൈര്യം കിട്ടി. അല്ലാതെ ഞങ്ങൾ പരസ്പരം ഞങ്ങൾക്ക് ചെയ്യാം എന്നുള്ള ഉറപ്പിന്റെ മുകളിൽ പോയതാണ്. റിസ്ക് പിടിച്ചായിരുന്നു. അത് കാല് തെന്നിയാൽ താഴെ പോകും. കാല് തെന്നി നമ്മള് വളരെ ചുമത്തനായിട്ടുള്ള പാറയല്ല. അഴുക്കുണ്ട്, മഴയുണ്ട്, ചില ഭാഗത്ത് പൊട്ടിയിട്ടുണ്ട്. വളരെ ഇതാണ്. കയറത്ര ബലം പോരായിരുന്നു. കയറ് ചില ഭാഗത്ത് പൊട്ടിയത്. ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. യഥാർത്ഥ സാഹസിക ദൃശ്യങ്ങൾ കണ്ടിട്ടില്ല. കാരണം അതെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ താഴ്ക്കും. പുറത്ത് കണ്ടതല്ല. അതിൽ കൂടുതൽ ഭയാനകരായിരുന്നു. വളരെ കാരണം ഞങ്ങളെ കൈയും കാലും നഖങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ കയറുന്നത്. നമ്മൾ ഇന്നലെ രംഗങ്ങൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായ മനസ്സിൽ സ്നേഹവും ഒപ്പം സാഹസികതയും ഒക്കെ പുലർത്തുന്ന ഒരു ഇതായിരുന്നു. ആ രീതിയിലാണല്ലേ എല്ലാ സേനാ വിഭാഗങ്ങളും ആദ്യം മുതൽ തന്നെ വനവകുപ്പ് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ട ഇവിടുത്തെ റെസ്ക്യൂ പ്രവർത്തകരാണ്. അവര് തുടക്കം തൊട്ട് അവിടെ ഉണ്ട്. പക്ഷെ അതൊരു അത്ര അപ്രീഷിയേറ്റ് ചെയ്താലും കാരണം ഇവിടുത്തെ ആളുകൾ, കാരണം ഈ ആളുകളുടെ ഇടയിൽ തന്നെ അവരുടെ ബന്ധുക്കൾ മരിച്ചുപോയ ആൾക്കാരുണ്ട്. അവരൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ച് വനംവകുപ്പും തന്നെ ആദ്യഘട്ടത്തിൽ ഇറങ്ങിയ ഒരു ഗ്രൂപ്പ് എല്ലാ സമയവും കൂടെയുണ്ട്. വനംവകുപ്പിന്റെ പ്രവർത്തനം ഇവിടെ ഫുൾ ടൈം ഉണ്ട്. കാരണം അത് നമ്മളൊരു വനംവകുപ്പിന്റെ ആളുകൾ ഇവരെല്ലാവരും അറിയുന്ന ആളുകളാണ്. അതിന് വനംവകുപ്പായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയുന്ന ആളുകൾക്ക് എല്ലാവരും ഇവിടെ ഉണ്ട്. പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഞങ്ങളെല്ലാവരും വളരെ ആക്റ്റീവായിട്ട് ഇവിടെ ഉണ്ട്. ഈ ഭൂമിയിലേക്ക് എത്തിയ ആദ്യ ആളുകളിൽ ഒരു കൂട്ടരും ആദ്യം എത്രയോ ആളുകൾ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ തന്നെ ഒരാൾ പ്രതികരണം കേട്ടില്ല. ഒരു സൂചന കിട്ടിയതുകൊണ്ട് അവർ പോയിട്ടുണ്ട്, പെട്ടെന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ എന്തായാലും അദ്ദേഹം നമ്മളോടൊപ്പം വളരെ നേരം സംസാരിച്ചിട്ടാണ് മടങ്ങിയിരിക്കുന്നത്. വലിയൊരു അംഗീകാരമാണ് ജനങ്ങളിൽ നിന്നും അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. ഒരു ചേർത്തുപിടുത്തം, ആ ചേർത്തുപിടുത്തം എത്രമേൽ ഹൃദയാവർജകമാവും, എത്രയാണ്
ആ ചേർത്തുപിടുത്തത്തിലൂടെ ആളുകൾക്കുണ്ടാവുന്നത് ഉണ്ടായിരുന്നോ? മിഷനിലുണ്ടായിരുന്നില്ലേ? ആ മിഷനിലാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു പ്രതികരണം നാട്ടുകാരിൽ നിന്നൊക്കെ വരുന്നത് കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു കാര്യം വീട്ടിൽ നിന്നൊക്കെ എനിക്കിപ്പോ ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്താ വെച്ചാൽ ഇത്രയും വലിയ ഡേഞ്ചറായ സ്ഥലത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ്. അത് ഭയങ്കര ഒരു ഉരുൾപൊട്ടലോ അതിനൊക്കെ സാധ്യതയുള്ള സ്ഥലമായിരുന്നു. പക്ഷെ എന്റെ മുമ്പിലുള്ള ഒരു സെക്ഷൻ പോസ്റ്റ് അയാളോട് ചോദിച്ചു ഞാൻ തലേദിവസം അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിന് ഈ കുട്ടികളുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് 3 കുട്ടികൾ അതിന്റെ അകത്തുണ്ട്. ഈ കുട്ടികളെ എനിക്ക് അറിയാം അവിടെ ഉണ്ടെന്നുള്ളത്. അപ്പൊ അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതിൽ ഞാൻ അങ്ങനെ പോയതാണ്. അപ്പൊ സാറിന്റെ ഒരു ഇതിൽ ഞാൻ അങ്ങനെ സാറിന്റെ ഒരു ധൈര്യത്തിൽ റേഞ്ച് ഓഫീസർ ധൈര്യത്തിൽ അങ്ങനെ പോയതാണ്. അല്ലെങ്കിൽ ആ ഒരു ഇതിന് സാഹചര്യത്തിന് മുതിരില്ലായിരുന്നു. അത് ഭയങ്കര 20 മീറ്റർ കയറുള്ളത് കൊണ്ട് ഈ കുട്ടികളെ വലിച്ചു കെട്ടിക്കൊണ്ടുവരാൻ സ്വന്തം നടന്നു വരാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ അതും കൂടി കുട്ടികളെയും കൂടി കടുംകുത്തര ചെങ്കുത്തനായുള്ള ഇറക്കാം 2 വശം അപ്പുറം ഇപ്പുറം. ഈ കാണുന്ന രംഗങ്ങളെക്കാൾ കൂടുതൽ സാഹസികത ഉണ്ടായിരുന്നു. കണ്ടിട്ടില്ല. 4 മണിക്കൂറോളം നമുക്ക് എന്തായാലും അവിടെ ചെന്ന് ഇറങ്ങി എത്താൻ തന്നെ ആയി. പിന്നെ അത്രയും സമയം തന്നെ ഇങ്ങോട്ട് തിരിച്ചു കയറാൻ. അങ്ങനെ അതുകൊണ്ട് അവരെ ഒരു നല്ല രീതിയിൽ എത്തിച്ചുള്ളൊരു സന്തോഷമാണ്. ആ ചെറിയ കുട്ടികളായതുകൊണ്ട് 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്. ചേർത്തുപിടുത്തത്തിലൊരു സ്നേഹം, സ്നേഹം അതൊരു നല്ല കുഞ്ഞുങ്ങളാണെന്ന് തന്നെ നമ്മളെ കുഞ്ഞുങ്ങളെ എന്നുള്ള കണ്ടീഷൻ എന്താ വെച്ചാൽ കുഞ്ഞുങ്ങളുടെ അവസ്ഥ, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിട്ട് 2-3 ദിവസമായി തോന്നുന്നു. അവർ കിഴങ്ങോ എന്തൊക്കെയൊക്കെ ഭക്ഷിച്ച് അവിടെ ഇങ്ങനെ ഒരു തീന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, അടുപ്പ് എന്തോ കൂട്ടിയിട്ട്. വളരെ ഒരു വിഷമം തോന്നിയെന്ന് കണ്ടപ്പോൾ കുഞ്ഞുങ്ങളെ കാര്യം ആലോചിച്ചപ്പോൾ പെട്ടെന്ന് പോയതാണ്. അതുകൊണ്ട് സാറോട് ചോദിച്ചപ്പോൾ സാറ് പിന്നെ അതിന് ഒരു സപ്പോർട്ട് ചെയ്ത് ഒരു മേൽ ഓഫീസർ എന്ന നിലയിൽ അദ്ദേഹം തന്നപ്പോൾ പിന്നെ എനിക്കത്, ഞാൻ ഈ സെക്ഷനിലുള്ള ഫോറസ്റ്റ് ഓഫീസറാണ്. അപ്പൊ അതുകൊണ്ട് സാർ കൽപ്പറ്റയെന്നാണ് ആള്, ഞാൻ മാത്രമേ ഈ സെക്ഷനിലുള്ള ആളുള്ളൂ. അപ്പൊ അതുകൊണ്ട് പിന്നെ സാർ എന്നെയും കൂട്ടി. അപ്പൊ എനിക്ക് എന്നോടാകുമ്പോൾ ഈ കോളനിയിലുള്ള ആൾക്കാരൊക്കെ കുറച്ചൊരു ഇതാ. അതുകൊണ്ട് അങ്ങനെ അതൊരു നല്ലൊരു കാര്യം ചെയ്തു എന്നൊരു സംതൃപ്തി ഉണ്ട്. വലിയ കുഴപ്പമില്ല കുട്ടികളുടെ കാര്യത്തിൽ നിന്നും. എന്തായാലും ഓരോ ദുരിതകാലത്തും ഈ കഷ്ടപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന വാർത്തകൾക്കൊപ്പം ചില ഹീറോസ് കൂടി ഉണ്ടാവാറുണ്ട്. ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരും അടക്കമുള്ള അത്തരം ചില ഹീറോസ് കൂടിയുണ്ട്. അത്തരം നല്ല കാഴ്ചകൾ കൂടിയാണ് നമ്മളാക്കി മാറ്റുന്നത്. കേരളത്തിന്റെ ഒരു ഒത്തൊരുമയൊക്കെ പ്രകടമാക്കുന്നത് ഇത്തരം ചില ദൃശ്യങ്ങൾ കൂടിയും ആണ്.